പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യൂദയുടെ ലേഖനം 24 വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രിയരെ, ഈ ഒരൊറ്റ വാക്യത്തിൽ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു പ്രാർത്ഥനയാണ് നാം വായിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത്. എന്താ വായിക്കുന്നത്? ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ അവന് സാധിക്കും. ഒരു ദിവസം അവൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ മഹിമാസന്നിധിയിൽ നമ്മെ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയരെ, അങ്ങനെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ ഇവിടെ യൂദ വിളിച്ചു പറയുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മെ നിർത്തുവാൻ അവന് സാധിക്കും. പലപ്പോഴും ഈ ലോകത്തിൽ മനുഷ്യർ വീണു പോകുമ്പോൾ, ഈ ലോകത്തിൽ മനുഷ്യർ തകർന്നു പോകുമ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമത്രേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകത്തില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. നോക്ക്, ജീവിതത്തിൽ വീഴുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഒരു ദൈവ പൈതലിനെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതാ നമ്മുടെ പ്രത്യേകത. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മെ വീഴാതെ നടത്തുന്നവനത്രേ. പലപ്പോഴും ശത്രുവായവൻ നമ്മെ വീഴിക്കാൻ, നമ്മെ തകർക്കാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മെ പരിപാലിക്കും. നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ സൂക്ഷിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ശത്രു അലർന്ന സിംഹത്തെ പോലെ നടക്കുന്നവൻ വലിച്ചെടുക്കുവാൻ, നമ്മെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്നാൽ യേശു കർത്താവ് പറയുന്നു, എൻ്റെ കയ്യിലുള്ളവനെ പിടിച്ചു പറിക്കാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. എനിക്കുള്ളവ എൻ്റെ കയ്യിലായിരിക്കുന്നത്. ആ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മെ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കുമെന്ന് റോമാലേഖനം 16 അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം സ്ഥിരപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായി, സുവിശേഷത്തിന് അനുസരണമായി നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിവുണ്ട്. ഇന്ന് രാവിലെയും വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതത്തിൻ്റെ ഹല്ലേലൂയ എല്ലാ സാഹചര്യത്തിലും നമ്മെ തേജസ്സോടെ, മഹത്വത്തോടെ, ജയത്തോടെ നിർത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ തനിക്ക് അനുഭവപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളെ അപ്പസ്തലനായ പൗലോസ് അക്കമിട്ട് നിരത്തിയിട്ട് പറയുന്നു, ഇതെല്ലാത്തിലും എനിക്ക് പൂർണ്ണ ജയമുണ്ട്. ഈ പ്രശ്നങ്ങളുണ്ട്, ശരിയാ. ഈ പട്ടിണിയും പരിഹാസവും നിന്ദയും നഗ്നതയും ഹല്ലേലൂയ രോഗവും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാം. പക്ഷേ അവയെ നോക്കിയിട്ട് താൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇതിനകത്തൊക്കെയും എനിക്ക് പൂർണ്ണ ജയമുണ്ട്. കാരണം എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്. പ്രിയരെ, ക്രൂശിൽ നമ്മെ സ്നേഹിച്ച സ്നേഹത്താൽ നമുക്ക് ജയമുണ്ട്. ആ സ്നേഹം തരുന്ന ശക്തി നമ്മെ എല്ലായിടത്തും ജയോത്സവമാക്കി നടത്തും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:14 നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളെയും ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവിനെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും അവനോടുകൂടെ
തിരുസന്നിധിയിൽ നിർത്തും. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യം ലഭിക്കുന്നത് അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ നമ്മളെ കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് നമുക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവസ്നേഹം, അത് നമ്മെ ഹല്ലേലൂയ നിർത്താൻ ശക്തിയുള്ളതത്രേ. കർത്താവിൻ്റെ സ്നേഹത്തിന് അതിര് വെക്കാൻ, അളവ് വെക്കാൻ ആർക്കും പറ്റത്തില്ല. എഫേസ്യർ 5:27 നാം വായിക്കുന്നു, കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിക്കും ഏത് പ്രതികൂലത്തിനും ഒരു ദൈവ പൈതലിനെ ഒതുക്കിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്കും വിളിച്ചു പറയാം, ഇതിലെല്ലാത്തിലും എനിക്ക് പൂർണ്ണ ജയമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ അവരെന്നെ ഒരു ദിവസം കളങ്കമില്ലാതെ നിർത്തും, തേജസ്സോടെ നിർത്തും. എസ്തേറിനെ രാജസന്നിധിയിൽ നിർത്തിയതുപോലെ ഹല്ലേലൂയ ഏറ്റവും നന്നായി അണിയിച്ചൊരുക്കി ഹല്ലേലൂയ തൻ്റെ മണവാട്ടിയായി എൻ്റെ കർത്താവ് എന്നെ നിർത്തും. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കും, തകരാതെ വണ്ണം എന്നെ സൂക്ഷിക്കും, കളങ്കമില്ലാതെ എന്നെ സൂക്ഷിക്കും, തൻ്റെ മഹിമയോടുകൂടെ എന്നെ നിർത്തും. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവേ നീ ഒരുക്കണമേ, നീ അവരെ പണിയണമേ, നീ അവരെ ചമയിച്ചൊരുക്കി ഏറ്റവും തേജസ്സായി, ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം അങ്ങെടുത്താട്ട് ഈ രാവിലെ സമയത്ത് വചനം കേട്ട നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.